പരിശുദ്ധ കന്യാമറിയം തൻ്റെ തിരുസുതനെ പോലെ ശരീരത്തോടുകൂടി സ്വർഗാരോപിതയായി എന്നാണ് പാരമ്പര്യത്തിൽ നാം വിശ്വസിക്കുന്നത്. 1950 നവംബർ 1 12 പിയൂസ് മാർപ്പാപ്പ മറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ജോൺ ഡമേഷ്യൻ സമർത്ഥിക്കുന്നതും മറിയം സമാധാനത്തിൽ അന്ത്യശ്വാസം വലിക്കുകയും 3-ാം ദിവസം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു എന്നാണ്. പരിശുദ്ധ കന്യാമാതാവ് ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കരയേറുന്നത് ആത്മനാ ദർശിച്ച് നമുക്ക് ധ്യാനിക്കാം. സ്വർഗാരോപിതയായ മാതാവേ, അങ്ങയുടെ മാതൃകയനുസരിച്ച് ശരീരത്തെ നിർമ്മലമായി സൂക്ഷിക്കുവാനും വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും പരിശുദ്ധരായി വർദ്ധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധിയമ്മേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതം ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലരിവായിരുന്ന് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന സുഹൃത ജപം ഇന്ന് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം.